number 76. Page number 76. കാണാലോ. അതില് ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഒരു ക്ലാസ്സിൽ 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. 10th A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്. 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്. 10th B ക്ലാസ്സിൽ 10 ബോയ്സ്. 10th B ക്ലാസ്സിൽ 15 ബോയ്സും 25 ഗേൾസും. 15 ബോയ്സും 25 ഗേൾസും ഉണ്ട്. എന്നിട്ട് പറയുന്നത് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം സെലക്ട് ചെയ്യണം. 1 സ്റ്റുഡന്റ് ഫ്രം ഈച്ച് ക്ലാസ് ഈസ് ടു ബി സെലക്ടഡ്. 2 ക്ലാസ്സിലും ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യണം. രണ്ടും പെൺകുട്ടിയാകാനുള്ള സാധ്യത എന്ത്? ഒന്നാമത്തതാണ് രണ്ടും പെൺകുട്ടിയാകാനുള്ള സാധ്യത എന്ത്? അതായത് what is the chance that both girls രണ്ടും പെൺകുട്ടിയാവാനുള്ള സാധ്യത എന്ത്? ഇതാണ് ചോദ്യം. എന്താ രണ്ടും പെൺകുട്ടിയാവുക എന്ന് പറഞ്ഞാല് ഈ ക്ലാസ്സിന് കിട്ടുന്നതും പെൺകുട്ടിയാവണം, ഈ ക്ലാസ്സിന് കിട്ടുന്നതും പെൺകുട്ടിയാവണം. അപ്പൊ അതിന്റെ ആൻസർ ഇതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കിട്ടാനുള്ള ചാൻസ് 20/, ടോട്ടൽ 50 ആണ്. 20/100 ഇൻറ്റു ഇതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കിട്ടാനുള്ള സാധ്യത 25/, ടോട്ടൽ 40 ആണ്. അപ്പൊ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ കിട്ടുന്നതാണ് അതിന്റെ ആൻസർ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2000. മുകളിൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 25 500 ആണ് ആൻസർ. This is the answer. ഒന്ന് എഴുതി വെച്ച്. അടുത്തൊരു ചോദ്യം ഉണ്ട്, രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത എന്ത്? അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇത് ഒന്നാമത്തത്. രണ്ടാമത്തെ ഭാഗം രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത എന്ത്? ഒരു ചോദ്യം ഉണ്ട്, അത് സ്വന്തമായിട്ട് ചെയ്യാം. രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത എന്ത്? both boys. രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത എന്ത്? ഇതുപോലെ ചെയ്ത് നോക്കേ. രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത എന്ത്? What is the chance to be both boys? രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത എന്ത്? ഒന്ന് ചെയ്തു നോക്കൂ. രണ്ടും പെൺകുട്ടി എഴുതിയില്ല, അതുപോലെ തന്നെ രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത. അപ്പൊ ഇതിൽ നിന്ന് ആൺകുട്ടി 30/50 ഇൻറ്റു ഇതിൽ നിന്ന് ആൺകുട്ടി 15/40. ആൻസർ എത്ര കിട്ടിയോ ഒന്ന് പറയോ? രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത എന്ത്? ബോത്ത് ബോയ്സ്. എത്രയാണ് ആൻസർ കിട്ടിയത്? യെസ്, 450/2000. മൂന്നാമത്തെ ഒരു ചോദ്യം എന്താ? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത ഉണ്ട്. What is the chance that 1 boy and 1 girl? 1 boy and 1 girl. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ചോദ്യം. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അങ്ങനെ ആവാനുള്ള സാധ്യത എന്താ? അങ്ങനെ ആവണമെങ്കിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 10A ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും Bയിൽ നിന്ന് പെൺകുട്ടിയാവും. അല്ല എങ്കിൽ 10A ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും 10Aയിൽ നിന്ന് ആൺകുട്ടിയും ആവാം. 2 സാധ്യതകളുണ്ട്. ഒന്ന് 10th A ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും 10th B ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും ആകാം. അല്ലെങ്കിൽ
അല്ലെങ്കിൽ 10th A ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും 10th B ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയുമാകാം. ഇങ്ങനെ രണ്ട് സാധ്യതകളുണ്ട്. 10th A ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും 10th B ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും, അല്ലെങ്കിൽ 10th A ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും 10th B ക്ലാസ്സിൽ നിന്ന്, ഇങ്ങനെ രണ്ട് സാധ്യതകൾ. അപ്പോ 10th A യിൽ നിന്ന് ആൺകുട്ടി 10th A യിൽ നിന്ന് ആൺകുട്ടി 30/50 into 10th B യിൽ നിന്ന് പെൺകുട്ടി 10th B യിൽ നിന്ന് പെൺകുട്ടി 25/40 plus 10th A യിൽ നിന്ന് പെൺകുട്ടി 25/50 into 10th B യിൽ നിന്ന് ആൺകുട്ടി 15/40. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. ചെയ്ത് നോക്കൂ. അത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ. ഇത് 3 into 25 75. അപ്പൊ 750/2000 പ്ലസ് 2 15 30 ആണ്. അപ്പൊ 300/2000. അപ്പൊ ടോട്ടൽ ആൻസർ വരുന്നത് 1050/2000. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? എഴുതിയെടുക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, കഴിഞ്ഞാൽ പറയാം. കഴിഞ്ഞാൽ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. കുട്ടികളുടെ എണ്ണം ഞാനൊന്ന് മാറ്റം. 10th A യില് 10 ആൺകുട്ടികളും 40 പെൺകുട്ടികളും ഉണ്ട്. 10th B യില് 20 ആൺകുട്ടികളും 25 പെൺകുട്ടികളും ഉണ്ട്. എങ്കിൽ രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യതയുണ്ട്, രണ്ടും പെൺകുട്ടിയാകാനുള്ള സാധ്യതയുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത. ഏതൊക്കെ? ചെയ്തോക്കെ. രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. ആൻസർ കിട്ടിയാ പറയണേ. ഒന്നാമത്തെ ആൻസർ എത്രയാ? എത്രയായിട്ട്? യെസ്, 2 ഈ രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ്
രണ്ടും പെൺകുട്ടിയാകാനുള്ള സാധ്യത എത്രയാണ്? രണ്ടും പെൺകുട്ടിയാകാനുള്ള സാധ്യത പറയൂ. അടുത്തത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അപ്പൊ 10th എയിൽ നിന്ന് ആൺകുട്ടിയും 10th ബിയിൽ നിന്ന് പെൺകുട്ടിയും, അല്ലെങ്കിൽ 10th എയിൽ നിന്ന് പെൺകുട്ടിയും 10th ബിയിൽ നിന്ന് ആൺകുട്ടിയും. ടെൻത്ത് എയിൽ നിന്ന് ആൺകുട്ടി ബോയ് ആണ് 10/2 into 10th ബിയിൽ നിന്ന് ഗേൾ 25/45 പ്ലസ് 10th എയിൽ നിന്ന് പെൺകുട്ടി 40/50 into 10th ബിയിൽ നിന്ന് ബോയ് 20/. Answer 250/2250 plus 800/2250. Answer കിട്ടിയിരുന്നോ നോക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20.
21, 22, അങ്ങനെ 19 വരെ അവിടെ ഇല്ല. 20, 29 വരെ, 30, 39 വരെ, 40, 49, 50 to 59, 60 to 69, 70 to 79, 80 to 89, 90, 99. ഇത് എക്സെപ്റ്റ് അവിടെ ആവശ്യമില്ല. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യം എങ്കിൽ ഇതിൽ എത്ര സംഖ്യകളുണ്ട്? എത്ര സംഖ്യകളുണ്ട്? ബോർഡിൽ എഴുതിയത് എത്ര സംഖ്യകളുണ്ട്? അതെ, ഇത് 90 സംഖ്യകളുണ്ട്. 90 നമ്പേഴ്സ് ഉണ്ട്. 90 നമ്പേഴ്സ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ ചോദ്യം പറയുന്നത് ഇതിലെ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്ത്? രണ്ടക്കങ്ങളും തുല്യം. രണ്ട് അക്കങ്ങളും തുല്യം. രണ്ട് അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത. ബോത്ത് സെയിം ഡിജിറ്റ്. ബോത്ത് സെയിം ഡിജിറ്റ്. രണ്ടക്കങ്ങളും തുല്യം. രണ്ടക്കങ്ങൾ തുല്യം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഡിജിറ്റ് വരണം. രണ്ടും ഒരേ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? 11 ആവാം, 22 ആവാം, 33 ആവാം, 44 ആവാം, 55, 66, 77, 88, 99. ഇതാണ് ബോത്ത് സെയിം ഡിജിറ്റ് എന്ന് പറയുന്നത്. അത് 9 എണ്ണം ഉണ്ട് അല്ലേ? 9 എണ്ണം ഉണ്ട്. അപ്പൊ ആൻസർ 9 ടോട്ടല് 90 എണ്ണം ഉണ്ട്. 90 എണ്ണം ഉണ്ട്. ടോട്ടൽ 90 ഉണ്ട്. അപ്പൊ ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 10, ഓക്കെ, ആദ്യത്തെ വലുതാണ്. 20 ആദ്യത്തെ വലുതാണ്. 21 ആദ്യത്തെ വലുതാണ്. അപ്പൊ 10 വെച്ചു, ഇത് വെച്ചു. ഇനി 30 കഴിഞ്ഞാൽ 31, 32, ഇത്തരം സാധനങ്ങളൊക്കെ ആദ്യത്തെ വലുതാണ്. 3 വലുതല്ല. 40, 41, 42, 43 ഇതിലെ ആദ്യത്തെ വലുതാണ്. 50, 51, 52, 53, 54 ഇത്രയും ആദ്യത്തെ വലുതാണ്. ഇങ്ങനെ നമുക്ക് എണ്ണി നോക്കാം. ഇവിടെ 1, ഇവിടെ 2 എണ്ണുണ്ട്, ഇതിലൊരു 3 എണ്ണുണ്ട്, ഇതിലൊരു 4 എണ്ണുണ്ട്, ഇതിലൊരു 5 എണ്ണുണ്ട്, ഇതിലൊരു 6 എണ്ണം ഉണ്ടാവും, ഇതിലൊരു 7 എണ്ണം ഉണ്ടാവും, ഇതിലൊരു 8 എണ്ണം ഉണ്ടാവും, ഇതിലൊരു 9 എണ്ണം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇതെല്ലാം കൂടെ കൂട്ടിയാല് എത്രയുണ്ട്? 1, 2, 3, 4, 5, 6 ഇതെല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ടാവും? ഇവിടെ 1, ഇവിടെ 2 എണ്ണം, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5 ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും ടോട്ടല്? എത്ര എണ്ണം ഉണ്ട്? ഒന്ന് പറഞ്ഞേ, എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം ഉണ്ടത്? 45 എണ്ണം. അപ്പൊ അതിന്റെ ആൻസർ 45/90 ആണ്. അപ്പൊ ടോട്ടൽ 45 ഉണ്ട്. ഇത് എളുപ്പത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടുന്നതിന് എളുപ്പം ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. 45 കിട്ടണമെങ്കിൽ ലാസ്റ്റ് നമ്മൾ 9 n+1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 90 പകുതി 45 ഇങ്ങനെ കൂട്ടാനും വേറെ ട്രിക്കൊക്കെ ഉണ്ട്. ശരി, എന്തായാലും ഇതാണ് രണ്ടാമത്തെ ആൻസർ. രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ഇതാണ്. ഇനി മൂന്നാമത്തെ എന്തായാലും പറഞ്ഞത് അവസാനത്തെ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാവും. ആദ്യത്തെ അക്കം ചെറുത്. അപ്പൊ ഇത് നോക്കുക, ഇതെല്ലാം ആദ്യത്തെ അക്കം ചെറുതാണ്. 12, 13, 14, 15, 14 ആദ്യത്തെ അക്കം ചെറുതാണ്. അടുത്തത് അതേപോലെ പറയുകയാണെങ്കിൽ 23, അടുത്ത നോക്കിയാൽ കാണാം 23, 24, 25, 26, 27, 28 ഇതിലെല്ലാം ചെറുതാണ്. അടുത്തത് നോക്കിയാല് 34, 35, 36, 37, 38 ഇത്രയുണ്ടാവും. അടുത്തത് നോക്കിയാല് 45, 46, 47, 48 ഇത്ര ഉണ്ടാവും. അടുത്ത വരിയില് 56, 67, 78 സോറി 56, 57, 58
അടുത്ത വരിയില് 67, 68, 69. അടുത്ത വരിയില് 78, 79. അടുത്ത വരിയില് 89. ഇതാണ് രണ്ടാമത്തെ അക്കം വലുതായിട്ട് വരുന്നത്. അതായത് 1, 2, 3, 4, 5, 6, 7, 8. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടും. എത്ര എണ്ണം ഉണ്ടാവും? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയല്ലേ? ഇതിൽ 8 എണ്ണം, ഇവിടെ 7 എണ്ണം, ഇവിടെ 6 എണ്ണം, അങ്ങനെ കൂട്ടിയാൽ എത്ര എണ്ണം ഉണ്ട്? 36 എണ്ണം. അപ്പൊ ഇതിന്റെ ആൻസർ, മൂന്നാമത്തെ ആൻസർ 36/90. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതിയെടുക്കുക. ആൻസർ ഇവിടെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ പറയാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ പറയാം. ഓക്കെ ആണ്. ഓ ശരി. അപ്പൊ ഇവിടെ പറഞ്ഞത് രണ്ടും ഒരേ അക്കമായി വരുന്നത് 11, 22, 33, 44, 55, 66, 77, 88, 99. ഇത് രണ്ടും ഒരേ അക്കമായി വരുന്നത്. അതിന്റെ സാധ്യത നമ്മൾ എഴുതി 9/90. ആദ്യത്തെ അക്കം വലുതായിട്ട് വരുന്നത് ഇത്രയും സാധനങ്ങളുണ്ട്. ഇത് 45 എണ്ണുണ്ട്. 45/90. രണ്ടാമത്തെ അക്കം വലുതായിട്ട് വരുന്നത് ഇത്രയുണ്ട്. ഇതിന്റെ എണ്ണം 36. ഓക്കെ അല്ലേ? യെസ്. അവസാനത്തെ ചോദ്യം, ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ഓക്കെ. ആ ചോദ്യം എന്താ പറയുന്നത്? 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയ രണ്ട് പകിടകൾ, അതായത് രണ്ട് ഡൈ, പാമ്പ് കൊണ്ട് കളിക്കുന്ന സാധനം ഡൈ, രണ്ട് പകിടകൾ, രണ്ട് ഡൈ ഉണ്ട്. 1 മുതൽ 6 വരെ സംഖ്യകൾ എഴുതിയ രണ്ട് ഡൈ. ഡൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ സാധനം ഡൈ. അങ്ങനെയുള്ള രണ്ട് ഡൈ ഉണ്ട്. ഈ രണ്ട് ഡൈ, അതായത് ഈ ഒന്നാമത്തേല് 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ഉണ്ടാവും. രണ്ടാമത്തേല് 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ഉണ്ടാവും. എന്നിട്ട് പറയുന്നത് രണ്ട് പകിടകൾ ഒന്നിച്ചിടും. ഇതിൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകൾ ആകാം? ഇതിൽ സാധ്യത ഏറ്റവും കൂടുതൽ ഏതാണ്? അപ്പൊ ഈ ജോഡിയായിട്ട് വരുന്നത് 1, 1 ആവാം. 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 6. ഇത്രയും വരാം. ഇത്രയും ജോഡികൾ ഉണ്ടാവും. ഇനിയുണ്ട് 2, 1, 2, 2, 2, 3, 2, 4, 2, 5, 2, 6. ഇതിലെയോ 3, 1, 3, 2, 3, 3, 3, 4, 3, 5, 3, 6. ഇതിലെയോ 4, 1, 4, 2, 4, 3, 4, 4, 4, 5, 4, 6. 5, 1, 5, 2, 5, 3, 5, 4, 5, 5, 5, 6. പിന്നെ 6, 1, 6, 2, 6, 3, 6, 4, 6, 5, 6, 6. ഇത്രയാണ്. ഇതില് കൂട്ടിയ 2 കിട്ടുന്നത് 1, 1. അപ്പൊ ഇതിന്റെ സാധ്യത കൂട്ടിയാൽ സമ്മിച്ചു, അതായത് തുക 2 ആകാനുള്ള സാധ്യത 1/36. ഇനി സമ്മിച്ചു ആവാൻ, സമ്മ അല്ലെങ്കിൽ തുക 3 ആവാൻ സാധ്യതയുള്ളത്. ഇത് നോക്കിയാൽ ഇതിന്റെ തുക 3 ആവാൻ സാധ്യതയുള്ള സംഖ്യകളാണ്. 1, 2 കൊണ്ട് കൂട്ടിയ 3, ഇത് 2 കൂട്ടിയ 3. അപ്പൊ ഇതിന്റെ സാധ്യത 2/36 അല്ലെ? 2/36. ഇനി കൂട്ടിയ 4 കിട്ടുന്നതാണ് ഇത്. സമ്മ 4 കിട്ടാനുള്ള സാധ്യത ഉള്ളത് 3 എണ്ണം ഉണ്ട്. 1, 2, 3, 3, 5.
കൂട്ടിയാൽ 5 കിട്ടുന്ന സംഖ്യകളാണ് ഇതെല്ലാം. അപ്പോ തുക 5 കിട്ടുന്നത് 4 എണ്ണം ഉണ്ട്. 1 2 3 4 ഉണ്ട്. തുക 6 വരുന്നത് സമ്മ 6 വരുന്നത് കൂട്ടിയാൽ 6 കിട്ടുന്നത് ഇത്രയും സംഖ്യകൾ വരുന്നത് 1 2 3 4 5. അപ്പൊ 5/36. അടുത്തത് തുക അല്ലെങ്കിൽ സമ്മ 7 കിട്ടുന്നത് കൂട്ടിയാൽ 7 കിട്ടുന്നത് ഇത്രയും സംഖ്യകൾ. ഇതെല്ലാം കൂട്ടിയാൽ 7 എടുക്കാം. 1 2 3 4 5 6 6/36. അടുത്തത് സമ്മ 8 കിട്ടുന്നത് കൂട്ടിയാൽ 8 കിട്ടുന്നത് ഇത് കൂട്ടിയാൽ 8 ഇത് കൂട്ടിയാൽ 8 ഇത് കൂട്ടിയാൽ 8 ഇത് കൂട്ടിയാൽ 8 1 2 3 4 5 എണ്ണം കൂട്ടിയാൽ 8 കിട്ടുന്നത് 5/36. ഇനി സമ്മ 9 കിട്ടുന്നത് കൂട്ടിയാൽ 9 കിട്ടുന്നത് 6 3 5 4 4 5 4 4/36. ഇനി തുക 10 കിട്ടുന്നത് കൂട്ടിയാൽ 10 കിട്ടുന്നത് ഇത്രയും സംഖ്യകളുണ്ടാവും 3 എണ്ണം ഉണ്ടാവും 3/36. ഇനി തുക 11 കിട്ടുന്നത് കൂട്ടിയാൽ 11 കിട്ടുന്നത് ഈ 2 എണ്ണം ഉണ്ടാവും 2/36. ലാസ്റ്റ് തുക 12 കിട്ടുന്നത് 6 1/36. അപ്പോ കൂട്ടിയാൽ കിട്ടുന്ന ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നതാ തുക ഏതൊക്കെ സംഖ്യകൾ കിട്ടാം. തുക 2 കിട്ടാം 3 കിട്ടാം 4 കിട്ടാം 5 6 7 8 9 10 11 12. ഇതാണ് ഒന്നാമത്തെ ആൻസർ. കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 2 മുതൽ 12 വരെയുള്ള സംഖ്യകളൊക്കെ കിട്ടാം. രണ്ടാമത്തെ ചോദ്യം, ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഏതിനാണ്? ഇതിനാണ് സാധ്യത കൂടുതൽ. നമുക്ക് 6/36 ഇതിനാണ് സാധ്യത കൂടുതൽ. അപ്പൊ 7-നാണ് സാധ്യത കൂടുതൽ. 7-നാണ് സാധ്യത കൂടുതൽ. 7-നാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിന്റെ ആൻസർ. കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളെ 2 3 4 5 6 7 8 9 10 11 12 വരെയുള്ള സംഖ്യകളാണ് കൂട്ടിയാൽ കിട്ടുന്നത്. അത് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് തുക 7-നാണ്. 7-നാണ് സാധ്യത കൂടുതൽ. 7-നാണ് സാധ്യത കൂടുതൽ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് എടുക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതോടുകൂടെ ഈ ചാപ്റ്റർ പൂർണ്ണമാകും. മൂന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ എന്റെ കയ്യിലുള്ള പുസ്തകത്തിന്റെ പ്രശ്നം തോന്നുന്നു. ഒരു മിനിറ്റ് നോക്കട്ടെ. എന്റെ കയ്യില് ഉള്ളത് ഒരു പഴയ വെർഷൻ ബുക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എന്റെ കയ്യിലുള്ള ബുക്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ കാണുന്നില്ല. ആ ക്വസ്റ്റ്യൻ ഉള്ള ആരെങ്കിലും ക്യാമറ ഓൺ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കോ? ഏതാണ് ക്വസ്റ്റ്യൻ? ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് കാണിക്കോ? ഒരു മിനിറ്റ് കാണാൻ നോക്കട്ടെ. ഒന്ന് രണ്ട് ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ? എനിക്ക് കാണില്ല, നിങ്ങള് ക്യാമറയിലേ കാണില്ല. ഞാൻ നോക്കട്ടെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യും. എന്റെ കയ്യിലുള്ളത് പഴയ വെർഷൻ ബുക്കാണ്. ചോദ്യം ഒരാളെ അൺമ്യൂട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ എന്റെ ആൻസർ പറഞ്ഞു. ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ? ഞാനിത് പറയാൻ എന്റെ കയ്യിലുള്ള പുസ്തകത്തില് ഈ ഇതാണ് ചോദ്യങ്ങളുള്ളത്. ഈ 3 ചോദ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും.
ഒരു പുതിയ ക്വസ്റ്റ്യൻ അതിന് ആഡ് ചെയ്താ തോന്നുന്നു. ടെക്സ്റ്റ് മാറിയപ്പോ ആരാ ഉള്ളത്? നാസർ മാഷോ ആരാ ഉള്ളത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കോ. ആരാണുള്ളത്? ലൈനിലുള്ളത് ആരാ? പറയൂ. Each two-digit number is written on a paper slip and these are all put in a box. What is the probability that the product of the digits of a number drawn is a prime number? What if three-digit numbers are used instead? Okay, okay. ആദ്യത്തെ സെന്റൻസ് ഒന്നുകൂടെ വായിച്ച നമ്മള്. ഫസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ വായിക്കേ. Each two-digit number is written on a paper slip and these are all put in a box. Put in a box. പിന്നെ What is the probability that the product of the digits of a number drawn is a prime number? പിന്നെ What if three-digit numbers are used instead? Okay, okay, okay. Thank you. Question എത്രയേ ഉള്ളൂ? 10 മുതൽ, അതായത് ടു ഡിജിറ്റ് നമ്പേഴ്സ് പെട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ ഞാൻ എഴുതിയതാണ് പ്രൊഡക്റ്റ് പ്രൈം ആവണതിനെ കുറിച്ച്. ടു ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അതായത് 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇങ്ങനെ ടു ഡിജിറ്റ് നമ്പർ 20, 21, 22, 23, 24 ഇങ്ങനെ പോവാണ്. 29 പിന്നെ 30, 31, 32 എക്സെട്ര 39 വരെ, 40, 41 എക്സെട്ര 49 വരെ, 50, 51, 52 എക്സെട്ര 59 വരെ, 60, 61 എക്സെട്ര 69 വരെ, 70, 71, 72 എക്സെട്ര 79 വരെ, 80, 81 എക്സെട്ര 89, 90, 91 എക്സെട്ര 99. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിലെ 90 നമ്പേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, പ്രൊഡക്റ്റ് ഈസ് പ്രൈം ആണ്. ഗുണനഫലം അഭാജ്യ സംഖ്യയാണ്. ഗുണനഫലം അഭാജ്യ സംഖ്യയാണ്. അങ്ങനെ പറഞ്ഞാൽ നോക്ക്, ഒരു 2, 2 അതൊരു അഭാജ്യ സംഖ്യയാണ്. 2, ഒരു 3, 3 ഒരു അഭാജ്യ സംഖ്യയാണ്. ഒരു 4 ഇല്ല, 4 അഭാജ്യ സംഖ്യയല്ല. ഒരു 5, 5 അഭാജ്യ സംഖ്യയാണ്. ഒരു 7, 7 അഭാജ്യ സംഖ്യയാണ്. പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് 2, 1, 2 അതൊരു അഭാജ്യ സംഖ്യയാണ്. 3, 1, 3 അതൊരു അഭാജ്യ സംഖ്യയാണ്. 4, 1, 5, 1, 5 അതൊരു അഭാജ്യ സംഖ്യയാണ്. 7, 1, 7 അതൊരു അഭാജ്യ സംഖ്യയാണ്. ഇനിയില്ല, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പൊ എത്ര സംഖ്യകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ആൻസർ 8/90. ഇതാണ് അതിന്റെ ആൻസർ. പിന്നെ ഇത്രയേ ഉള്ളൂ. വേറെയുള്ളതൊന്നും മുടിച്ച അഭാജ്യ സംഖ്യ കിട്ടില്ല. ഒരു 4, 4 അഭാജ്യ സംഖ്യയല്ല. 6, 6 അഭാജ്യ സംഖ്യയല്ല. 8, 3, 6 അഭാജ്യ സംഖ്യയല്ല. 8, 4 അഭാജ്യ സംഖ്യയല്ല. 8, 4, 8 അഭാജ്യ സംഖ്യ. അപ്പൊ പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 8 വരും. ഇനി ഇതിനു പകരം 3 അക്ക സംഖ്യ ആണെങ്കിലോ, 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ, 3 അക്ക സംഖ്യ ആണെങ്കിൽ ഏതാ വരിക? 3 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 100 തൊട്ട് തുടങ്ങും. 100, 101, 102 അങ്ങനെ പോകും. അങ്ങനെ പോകുന്നതില് ഇതിലൊന്നും വരില്ല. കാരണം എന്താ വെച്ചാൽ കൂടെ കൊടുക്കുമ്പോൾ 0 കിട്ടും. ഇത് 1 × 0 × 1 അതായത് 0. ഇത് കൊടുക്കുമ്പോൾ 0 കിട്ടും. അപ്പൊ അതിലൊന്നും വരില്ല. പിന്നെ എവിടെയാ വരിക? 112, 113 ഇതെല്ലാം കൂടെ കൊടുക്കുമ്പോൾ 3 കിട്ടില്ല. 1 × 1 × 2 2 ആണ്. 1 × 1 × 3 3 ആണ്. 115 അപ്പൊ 3 കിട്ടും.
117 അപ്പൊ 115 117 7 കിട്ടും. പിന്നെ വേറെ ഏതാണുള്ളത്? 100 മുതൽ കഴിഞ്ഞാൽ പിന്നെ 211 ഉണ്ടാവും. 211-ന് 2 കിട്ടും. 311-ന് ആണെങ്കിൽ 311-നാണെങ്കിൽ പിന്നെ എന്താ? 311-ന് 3 കിട്ടും. 411-ന് 411 പറ്റില്ല. 511-ന് 5 കിട്ടും. 711-ന് 7 കിട്ടും. പിന്നെ ഈ സെന്ററിൽ വരാം. 121-ന് 2 കിട്ടും. 131-ന് 3 കിട്ടും. 151-ന് 5 കിട്ടും. 171-ന് 7 കിട്ടും. ഇത്രയും ഉണ്ടാവും. ഇത്രയും സംഖ്യകളാണ് ഉണ്ടാവുക. അതായത് ഈ 2 3 5 7 ഈ സ്ഥാനത്ത് വരാം, അല്ലെങ്കിൽ 2 3 5 7 ഈ സ്ഥാനത്ത് വരാം, അല്ലെങ്കിൽ ഈ 2 3 5 7 സെന്ററിൽ വരാം. ബാക്കിയെല്ലാം ഒന്നാവണം. അപ്പൊ 12 ആണ് രണ്ടാമത്തെ ആൻസർ. 12 ടോട്ടൽ 900 എണ്ണം. അതായത് 101 മുതൽ 999 വരെയുള്ളത് 900 നമ്പേഴ്സ് ഉണ്ടാവും. So answer is 12 divided by 900. 12 divided by 900. This is the answer. Clear ആയോ? Okay ആണെങ്കിൽ yes. ഈ സംഖ്യകളെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. പുതിയ ചാപ്റ്ററിന്റെ പേര് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നാണ്. രണ്ടാം കൃതി സമവാക്യം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ. മ്യൂട്ട് ചെയ്യണേ, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മ്യൂട്ട് ചെയ്യണേ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. രണ്ടാം കൃതി സമവാക്യം. രണ്ടാം കൃതി സമവാക്യം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അതായത് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം. ചോദ്യം പറയുന്നത് ഫൈൻഡ് എക്സ്. എക്സിന്റെ വാല്യൂ കാണുക. എക്സിന്റെ വില കണ്ടുപിടിക്കാം. ഒന്നാമത്തത് എക്സ് പ്ലസ് 7 ഈക്വൽ ടു 10. ഇതിന്റെ എക്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് പ്ലസ് 7 ഈക്വൽ ടു 10 ആണെങ്കിൽ എക്സിന്റെ വില എത്ര ഉണ്ടാവും? സിമ്പിൾ. അതെ, 7 അപ്പുറത്തേക്ക് 10 മൈനസ് 7 ആൻസർ വരുന്നത് 3 ആണ്. രണ്ടാമത് x മൈനസ് 5 ഈക്വൽ ടു 6. ഇതിന് എങ്ങനെ x കണ്ടുപിടിക്കാം? ഈ 5 അപ്പുറത്തേക്ക് എടുത്താൽ മതി. അപ്പൊ x ഈക്വൽ ടു 6 പ്ലസ് 5 ആൻസർ വരുന്നത് 11 ആണ്. 6 പ്ലസ് 5 11 ആണ്. മൂന്നാമത്തത് x by 3 equal to 4. അങ്ങനെയാണെങ്കിൽ x എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 3 നെ പുറത്തേക്ക് എടുക്കാം. So x equal to 4 into 3 ആണ്. ആൻസർ വരുന്നത് 12 ആണ്. നാലാമത്തത് 4x equal to 8 ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തത് 4x equal to 8 ആണ്. അപ്പൊ ഇവിടുന്ന് എങ്ങനെ x കാണാം? 4 നെ പുറത്തേക്ക് കൊണ്ടുപോവുക. 8 by 4. ആൻസർ 2 ആണ്. അഞ്ചാമത്തെ ചോദ്യം 3x minus 5 equal to 3x minus 5 equal to 13 എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ x എത്ര ഉണ്ടാവും? ആദ്യം 5 നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 3x equal to 13 plus 5. അപ്പൊ 3x equal to 18. x equal to 18 by 3. So x equal to 6.
അത് നോട്ട് ചെയ്യാം. ഇതെല്ലാം നമ്മള് 8ലും 9ലും പഠിച്ചതാണ്. ഇതെല്ലാം ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരുന്നു. ഇനി ഇതിന്റെ കുറച്ചുകൂടെ മുകളിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. നോക്കാം. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു നമ്പറിന്റെ സ്ക്വയർ 49 ആണ് എങ്കിൽ ആ നമ്പർ ഏതാണ്? ഒരു നമ്പറിന്റെ സ്ക്വയർ, ഒരു നമ്പറിന്റെ വർഗ്ഗം 49 ആണ് എങ്കിൽ ആ സംഖ്യ ഏതാണ്? ഏത് നമ്പറിന്റെ വർഗ്ഗമാണ് 49? അല്ല, തെറ്റിപ്പോയി. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ ഏതോ ഒരു നമ്പറിന്റെ വർഗ്ഗം ആണ് 49. 7ന്റെ വർഗ്ഗമാണ്. അതായത് 7 × 7 ആണ് 49 എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് മാത്രല്ല, നമുക്ക് -7നെ -7 കൊണ്ട് ഗുണിച്ചാൽ 49 കിട്ടും. അതിന്റെ അർത്ഥം -7ന്റെ വർഗ്ഗവും 49 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതിന് x എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ അല്ല, 2 ആൻസർ ഉണ്ട്. x = 7, x = -7. 2 ആൻസർ ഉണ്ട്. ഈ 2 കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ഇതാണെങ്കിൽ ഇങ്ങനെ, ഇതാണെങ്കിൽ ഇങ്ങനെ 2 ആൻസർ ഉണ്ട്. അപ്പൊ ഈ സ്ക്വയർ വരുമ്പോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആൻസർ അല്ല ഉണ്ടാവുക, 2 ആൻസർ ഉണ്ടാവും. 2 സൊല്യൂഷൻസ് ഉണ്ടാവും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് രണ്ടാം കൃതി സമവാക്യം. അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യുന്ന സ്റ്റെപ്പ് എങ്ങനെയാണ്? x² = 49 ആണെങ്കിൽ x കാണുമ്പോ റൂട്ടാണ് എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇതിന്റെ കൂടെ ഒരു പ്ലസും മൈനസും ചേർക്കണം. എന്തിനാണത്? അതായത് +or - 7 എന്നാണ് ഇതിന്റെ ആൻസർ വരിക. അതായത് 2 ആൻസർ ഉണ്ടാവും. x = +7 എന്നൊരു ആൻസർ ഉണ്ടാവും. അടുത്തത് x = -7 എന്നൊരു ആൻസർ ഉണ്ടാവും. ഇതാണ് ഇതിന് ആൻസർ ചെയ്യേണ്ട മെത്തേഡ്. സ്റ്റെപ്പ് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ ഇവിടെ എഴുതുന്നു. അത് സ്റ്റെപ്പ് ഒക്കെ എഴുതി ഭംഗിയായ ആൻസർ നിങ്ങൾ പറയണം. ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, x² = 25 then what is x? ശരി, ഓക്കേ. x² = 25 ആണെങ്കിൽ x എന്തായിരിക്കും? ഒന്ന് ചെയ്ത് നോക്കൂ. x² = 25 ആണെങ്കിൽ what is x? ആൻസർ ട്രൈ ചെയ്തേ. x² = 25 ആണെങ്കിൽ what is x? അല്ല, x = +or - 25. So x = +or - 5. That means x = +5 and x = -5. ഇത്രയും എഴുതണം. ഇത്രയും കാര്യങ്ങൾ എഴുതണം. അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതണം. വേറെ ചോദ്യം. x² = 100 then what is x? x² 100 ആണെങ്കിലോ? x² is 100 then what is x? x² = 100 ആണെങ്കിൽ then what is x? വേഗം ചെയ്തേ. ആൻസർ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി. x² = 100 ആണെങ്കിൽ ഓക്കെ, എന്താ കിട്ടിയത് നോക്കിയേ. സ്റ്റെപ്പ് ഇതാണ്. x² = 100 ആണെങ്കിൽ x = +or - എന്ന് പറയും. അതായത് +or - 10 ആണ് ആൻസർ. ഇപ്പോ +10 and x = -10. ഇങ്ങനെ എഴുതണം. വേറെ ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, x² = 121. What is x? x² 121 ആണെങ്കിൽ x എങ്ങനെയാണ് വരിക? +or -√121. that is equal to +or - 11. that is equal to x = 11 and x = -11. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ, x² = 7. what is x? x² = 7 ആണെങ്കിൽ x എന്തായിരിക്കും?
Simple. X equal to plus or minus root 7. 7 the root of the plus root 7 and x equal to minus root 7. This is the answer. So other question, x square equal to 5, then what is x? X square equal to 5 ആണെങ്കിൽ x വരും. X square equal to 5 ആണെങ്കിൽ അതെ x square equal to 5 ആണെങ്കിൽ x equal to plus or minus root 5, that is x equal to plus root 5 and x equal to minus root 5. എങ്ങനെ ഓരോ ക്വസ്റ്റ്യനെയും നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ എഴുതാം. ഇനി ഇതിനു പകരം രണ്ടാമത്തെ ചോദ്യം x plus 3 whole square equal to 100 എന്ന് തന്നിട്ടുണ്ട്. x plus 3 whole square equal to 100. ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാം. x plus 3 എന്ന് പറയുമ്പോൾ റൂട്ട് ഒഴിവാക്കിയാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 100. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം x plus 3 equal to plus or minus 10 എന്ന് എഴുതാം. അപ്പൊ ഈ പ്ലസ് ഉള്ള ഒരു ഇക്വേഷനും മൈനസ് ഉള്ള വേറെ ഇക്വേഷൻ ഇതിനെ രണ്ട് ഇക്വേഷൻ ആക്കി മാറ്റും. ഫസ്റ്റത്തെ x plus 3 equal to plus 10 എന്ന ഇക്വേഷൻ കിട്ടും. അടുത്തത് x plus 3 equal to minus 10 എന്ന ഇക്വേഷൻ കിട്ടും. അങ്ങനെ രണ്ട് ഇക്വേഷൻ ആവും. പ്ലസ് ഉള്ളത് ഒന്നും മൈനസ് ഉള്ളത് വേറെ ഒന്നും. ഈ 3 നെ അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ x equal to 10 minus 3 ആണ്, ആൻസർ 7 ആണ്. ഇതിലെ അപ്പുറത്തേക്ക് എടുത്താൽ x equal to minus 10 minus 3 ആണ്, ആൻസർ വരുന്നത് minus 13 ആണ്. എഴുതി വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ സ്വന്തമായി ചെയ്യാൻ ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. x plus 2 whole square equal to 121. x plus 2 whole square equal to 121. ഒന്ന് ചെയ്തു നോക്കിയാൽ x plus 2 whole square equal to 121. ശരിയാണ്. x plus 2 എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് 121. ചെയ്തു നോക്കിയേ, പെട്ടെന്ന് ചെയ്യേ. എന്താണ് ആൻസർ കിട്ടുന്നത് പറയും. ഫൈനൽ ആൻസർ എന്താണ്? അവസാനം കിട്ടിയ ആൻസർ പറയൂ. അവസാനം കിട്ടിയ ആൻസർ എന്താണ്? യെസ്, x plus 2 equal to plus or minus 11 ആണ്. രണ്ട് ഇക്വേഷൻ ആക്കി മാറ്റുന്നു. ഫസ്റ്റ് ഇക്വേഷനിലെ x plus 2 equal to plus 11, അടുത്ത ഇക്വേഷനിലെ x plus 2 equal to minus 11. So what is the answer? What is the final answer? അവസാന ആൻസർ എത്രയാണ് പറഞ്ഞേ? ലാസ്റ്റ് ആൻസർ എത്രയാണ്? യെസ്, വെരി ഗുഡ്. x equal to 11 minus 2, that is equal to 9, and x equal to minus 11 minus 2, so this is equal to minus 13. എന്താണ് ആൻസർ? അടുത്തത് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഈ ചാപ്റ്ററിലെ രസകരമായ കുറെ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, x minus 10 all square equal to x minus 10 all square equal to 400. ഒരു ചോദ്യം. ഇതെങ്ങനെ ചെയ്യാം? അപ്പൊ ഇതിനെ x minus 10 equal to plus or minus root 400. അപ്പൊ ഇത് ചെയ്യുമ്പോൾ x minus 10 equal to plus or minus 20. അപ്പൊ രണ്ട് ഇക്വേഷൻ ആക്കി മാറ്റുന്നു, രണ്ടും ചെയ്യുന്നു. ഒന്നാമത്തേത് x minus 10 equal to plus 20. രണ്ടാമത്തേത് x minus 10 equal to minus 20. ഈ 10 നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x equal to 20 plus 10, അതായത് 30. രണ്ടാമത്തെ മൈനസ് 10 നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x equal to minus 20 plus 10, ആൻസർ വരുന്നത് minus 10. minus 20 plus 10 minus 10. ഇവിടെ ആൻസർ ഇതുവരെ എല്ലാവരും ശരിയാവും. ഇവിടെ എത്തുമ്പോൾ ഒരു പ്ലസോ മൈനസോ തെറ്റിപ്പോയിട്ടുണ്ടാവും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എത്തുമ്പോൾ തെറ്റാതെ നോക്കണം. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. 5 into x minus 10 whole square
5 into x minus 10 whole square equal to 500. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ ആദ്യം ഈ 5നെ പുറത്തേക്ക് കൊണ്ടുപോകും, ഈ 5നെ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ x minus 10 whole square equal to 500 divided by 5. അപ്പൊ അത് ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. എന്താണ്? x minus 10 whole square equal to 100. അടുത്ത സ്റ്റെപ്പ് ഇവിടെ ഇത് ചെയ്തതുപോലെ ചെയ്താൽ ആൻസർ കിട്ടും. എന്താണ്? x minus 10 equal to plus or minus root 100. 100 root എത്രയാണെന്ന് നോക്കാം. എത്രയാണ് 100 root വരുന്നത് നോക്കാം, ആൻസർ കിട്ടും. സോ വെരി സിമ്പിൾ. പ്ലസ് ഓർ മൈനസ് 10 ആണ്. രണ്ട് ഭാഗമാക്കി മാറ്റുന്നു. ഫസ്റ്റ് ഭാഗത്തെ x minus 10 equal to plus 10 എന്നും അടുത്തത് x minus 10 equal to minus 10 എന്നും കിട്ടും. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x equal to 10 plus 10, അതായത് ഇത് 20 ആവും. ഇപ്പുറത്താണെങ്കിൽ x equal to minus 10 plus 10 വരും. ആൻസർ വരുമ്പോ ഇത് 0 ആവും. സോ രണ്ട് ആൻസർ, ഒന്ന് x equal to 20 ആണ്, മറ്റൊന്ന് x equal to 0. ഇനി വേറൊരു ചോദ്യം നോക്കൂ. വേറൊരു ക്വസ്റ്റ്യൻ തന്നത് എങ്ങനെയാണ്? അടുത്തൊരു ചോദ്യം, x plus 1 whole square equal to 100. x plus 1 whole square equal to 100. ചെയ്ത് നോക്കിയേ. x plus 1 whole square equal to 100. What is this? x plus 1 whole square equal to 100. So ഇത് ചെയ്യുമ്പോൾ x plus 1 equal to plus or minus 200 വരും. So x plus 1 equal to plus or minus 10. So answer is x plus 1 equal to plus 10 and x plus 1 equal to minus 10. രണ്ട് ആൻസർ. So ഇതിന്റെ ആൻസർ x equal to 10 minus 1, x equal to 9. ഇതിന്റെ ആൻസർ x equal to minus 10 minus 1. So answer is minus 11. These are the two answers. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട്. ഇതിന്റെ ആൻസേഴ്സ് എല്ലാം ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഒരു ചോദ്യം ഇതാണ്, x plus 1 whole square equal to 225. Second question, x plus 10 whole square equal to x plus 10 whole square equal to 324. അടുത്തൊരു ചോദ്യം, x minus 1 whole square equal to 100. അടുത്തൊരു ചോദ്യം, x minus 25 whole square equal to 100. അടുത്തൊരു ചോദ്യം, x minus 5 whole square equal to 81. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. x plus 3 whole square equal to 49. x plus 3 whole square equal to 49. x minus 5 whole square equal to 0. x minus 5 whole square equal to 0. That's all. ഇത്രയും ചോദ്യങ്ങളുടെ ആൻസർ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് x കണ്ടുപിടിക്കാം. 1 2 3 4 5 6 7 ചോദ്യങ്ങൾ കേട്ടോ. 7 questions. 7 ചോദ്യങ്ങളാണ്. ഈ 7 ചോദ്യങ്ങളുടെയും ആൻസർ കണ്ടുപിടിക്കാം. 1 2 3 4 5 6 7 7 questions.
Okay. So let us wind up here. We will meet again in the next class. Till then, bye bye.